Hi dears, welcome to all. Today let us discuss the activity of the chapter The Trip of Lehorla by Guy de Maupassant. In the previous class we have completed the chapter. Now let us discuss the summary of that chapter. Trip of Lehorla is a travel by the French writer Guy de Maupassant. It tells the story of a balloon journey from Paris to Belgium. പാരീസ് മുതൽ ബെൽജിയം വരെ ഗൈ ഡെ മോപ്പസൻ്റ് നടത്തിയ ഒരു യാത്രാ വിവരണമാണ് ഈ ഒരു അധ്യായം. ദ സ്റ്റോറി ബിഗിൻസ് ഓൺ 8 ജൂലൈ. ജൂലൈ 8-ാം തീയതിയാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത്. ദ ഓതർ ഗെറ്റ്സ് എ ടെലഗ്രാം. ഓതർക്ക് ഒരു ടെലഗ്രാം ലഭിച്ചു. ആസ് പെർ ദ ഡയറക്ഷൻസ് ഇൻ ദ ടെലഗ്രാം ദ റൈറ്റർ റീച്ചസ് അറ്റ് ദ ഗ്യാസ് വർക്ക്സ് അറ്റ് 5 PM. ടെലഗ്രാമിലുള്ള നിർദ്ദേശമനുസരിച്ച് റൈറ്റർ 5 മണിക്ക് ഗ്യാസ് വർക്ക്സിൽ എത്തിച്ചേർന്നു. ഹി സീസ് ദ ബലൂൺ ഇൻ കോർട്ട്യാർഡ് ആൻഡ് ഇറ്റ് അപ്പിയർഡ് ലൈക്ക് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു ബലൂൺ മുറ്റത്ത് കിടക്കുകയായിരുന്നു. അതിനെ കണ്ടപ്പോൾ മഞ്ഞ തുണി കൊണ്ടുണ്ടാക്കിയ ഒരു കേക്ക് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഇറ്റ് വാസ് ലൈയിങ് ഫ്ലാറ്റ് അണ്ടർ എ റോപ്പ്. ഒരു കയറിന് താഴെയായിരുന്നു അത് കിടന്നിരുന്നത്. 200 or 300 പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ്. 200-300 ആളുകൾ അതിൽ നോക്കിക്കൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. സം ആർ എക്സാമിനിങ് ദ ബാസ്ക്കറ്റ്. ചില ആളുകൾ അതിൻ്റെ കൊട്ടയായിരുന്നു നിരീക്ഷിച്ചിരുന്നത്. ഇറ്റ് ഈസ് എ നൈസ് സ്ക്വയർ ബാസ്ക്കറ്റ് ആൻഡ് ഇറ്റ് സൈഡ് ഓൺ മഹാഗണി പ്ലേറ്റ് ഈസ് റിട്ടൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ് ലേഹോർല. വളരെ മനോഹരമായ ഒരു ബാസ്ക്കറ്റായിരുന്നു അത്. അതിൻ്റെ സൈഡിൽ മഹാഗണി പലകയിൽ സുവർണ അക്ഷരങ്ങളിൽ ലേഹോർല എന്ന് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ദ പീപ്പിൾ സ്റ്റുഡ് ബാക്ക് ആസ് ഗ്യാസ് സ്റ്റാർട്ടഡ് എൻ്റർ ഇൻ ടു ദ ബലൂൺ. ബലൂണിനുള്ളിലേക്ക് എയർ പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ കുറച്ച് പിന്നോട്ട് മാറി നിന്നു. ദ ക്രൗഡ് ബിഗിൻസ് ടു ക്രിറ്റിസൈസ് ദ ബലൂൺ. ചില ആളുകൾ അതിനെ വിമർശിക്കാൻ തുടങ്ങി. ദേ പ്രഡിക്റ്റഡ് ദാറ്റ് ദ ബലൂൺ വിൽ നോട്ട് കംപ്ലീറ്റ് ഇറ്റ്സ് മിഷൻ. അതിൻ്റെ ഉദ്യമം അത് പൂർത്തീകരിക്കില്ല എന്ന് ചില ആളുകളൊക്കെ കണക്കുകൂട്ടി. ദെൻ ദ ഓൾ തിങ്സ് ദാറ്റ് ദ പാസഞ്ചേഴ്സ് നീഡ് ടു ടേക്ക് വിത്ത് ദം ആർ ബ്രോഡ്. പിന്നീട് യാത്രക്കാർക്ക് കൊണ്ടുപോവേണ്ട സാധനങ്ങളെല്ലാം അവിടെ എത്തിച്ചു. വെൻ ദ പാസഞ്ചേഴ്സ് എൻറ്റേർഡ് ഇൻ ടു ദ ബാസ്ക്കറ്റ്. യാത്രക്കാരെല്ലാം ബാസ്ക്കറ്റിനുള്ളിൽ കയറിയപ്പോൾ ഇറ്റ് ബിക്കെയിം ടു ഹെവി ഫോർ ദ ബലൂൺ ടു ക്യാരി. ബലൂണിനത് അതിന് വഹിക്കുന്ന ഭാരത്തിനേക്കാൾ കൂടുതലായി മാറി. വൺ ഓഫ് ദ പാസഞ്ചേഴ്സിൽ നിന്നും ഒരാൾ, ആരാണത്? മിസ്റ്റർ ഐറിസ് ഗോട്ട് ഔട്ട് ഓഫ് ദ ബാസ്ക്കറ്റ്. മിസ്റ്റർ ഐറിസ് ബാസ്ക്കറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. ടു ബാലൻസ് ദ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഫൈനലി ലേഹോർല സ്റ്റാർട്ടഡ് ഫ്ലൈ. അവസാനം ലേഹോർല പറക്കാൻ തുടങ്ങി. ദ പാസഞ്ചേഴ്സ് നീഡ് ടു ത്രോ സം പേപ്പർ പീസസ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദേ ആർ റൈസിങ് ഓർ സിങ്കിങ്. അതിലെ യാത്രക്കാർ അവർ ഉയരുകയാണോ അല്ലെങ്കിൽ താഴുകയാണോ എന്നറിയാൻ വേണ്ടി ചില പേപ്പർ കഷ്ണങ്ങൾ പുറത്തേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു. ദേ ലുക്ക്ഡ് അറ്റ് ദ എർത്ത്. അവർ ഭൂമിയിലേക്ക് നോക്കി. വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസ്റ്റിക് അഡ്മിറേഷൻ. വളരെയധികം ആകാംക്ഷയോടുകൂടി തന്നെ. ദേ എൻജോയ് ദ ഏരിയൽ വ്യൂ. അവർ വായുവിലുള്ള ആ ഒരു കാഴ്ച അവർ കണ്ടു. ആൻഡ് കുഡ് ഹിയർ ദ സൗണ്ട് ഫ്രം ദ എർത്ത് അപ് ടു സം ഹൈറ്റ്. ഒരുപാട് അകലെ നിന്ന് ഭൂമിയുടെ ശബ്ദങ്ങളും അവർ കേട്ടു. സംടൈംസ് ദ ബലൂൺ സ്റ്റാർട്ടഡ് ഡിസെൻഡിങ്. ചില സമയത്ത് ബലൂൺ താഴ്ന്നുകൊണ്ടേയിരുന്നു. ദെൻ ദ ക്യാപ്റ്റൻ ജോവിസ് ത്രൂ ഓവർബോർഡ് എ ഹാൻഡ്ഫുൾ ഓഫ് സാൻഡ്. ആ സമയത്ത് ക്യാപ്റ്റൻ ജോവിസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മണലിൽ നിന്നും അല്പം പുറത്തേക്കിറങ്ങി. ഫോർ ദം ദ ബലൂൺ വാസ് ലൈക്ക് എ ബിഗ് ടോയ്. അവർക്ക് ഈ ബലൂൺ വലിയൊരു കളിപ്പാട്ടമായിട്ടാണ് തോന്നിയത്. ദേ കുഡ് സീ സൺസെറ്റ് ആൻഡ് ദ റൈസിങ് ഓഫ് ദ മൂൺ. സൂര്യാസ്തമയവും ചന്ദ്രോദയവുമെല്ലാം അവർ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. സഡൻലി ദ ബലൂൺ സ്റ്റാർട്ടഡ് ഡിസെൻഡിങ് ഫാസ്റ്റ്. പെട്ടെന്ന് തന്നെ ബലൂൺ താഴേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ തുടങ്ങി. ഒബ്സർവിങ് ദ പോളാർ സ്റ്റാർ. ധ്രുവ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ ദേ കുഡ് റിയലൈസ് ദാറ്റ് ദേ ആർ മൂവിങ് ടുവേർഡ്സ് ബെൽജിയം. അവർ ബെൽജിയത്തിന് നേരെയായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. വെരി സൂൺ ദേ വർ ഏബിൾ ടു സീ ദ എർത്ത്. പെട്ടെന്ന് തന്നെ ഭൂമിയെ അവർക്ക് കാണാൻ സാധിച്ചു. ആൻഡ് എവരി സ്മാൾ ഡീറ്റെയിൽസ് ഓൺ ഇറ്റ് ക്ലിയർലി. ഭൂമിയിലുള്ള ഓരോ സാധനങ്ങളെയും വളരെ വ്യക്തമായി തന്നെ അവർക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞു.
ഫൈനലി അവസാനം ദ ലാൻഡഡ് ഓൺ എർത്ത് അവർ ഭൂമിയിൽ ഇറങ്ങി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ബെൽജിയൻ ഫാർമേഴ്സ് ബെൽജിയം കൃഷിക്കാരുടെ സഹായത്തോടുകൂടെ. ദേ പാക്ക്ഡ് ഓൾ ദെയർ മെറ്റീരിയൽസ് അവരുടെ എല്ലാ സാധനങ്ങളും അവർ പാക്ക് ചെയ്തു കൊടുത്തു. ആൻഡ് ദെൻ ദേ റീച്ച് റെയിൽവേ സ്റ്റേഷൻ അറ്റ് ഹെയ്സ്റ്റിലുള്ള തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് തന്നെ അവർ എത്തിച്ചേർന്നു. ഫ്രം ദർ ദേ ടുക്ക് ട്രെയിൻ ടു പാരീസ് അവിടെ നിന്നും അവർ വന്ന സ്ഥലത്തേക്ക് അവർ ട്രെയിൻ പിടിച്ചു തിരിച്ചുപോയി. ഇത്രയുമാണ് അതിൻ്റെ സമ്മറി. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 87 ആക്ടിവിറ്റി 2 കാണാം. ലൈവ് ടി വി റിപ്പോർട്ട്. ഡ്രാഫ്റ്റ് എ ലൈവ് ടി വി റിപ്പോർട്ട് ഓഫ് ലേഹോർലാസ് ടേക്ക് ഓഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇതിലൂടെ പഠിക്കാം. ഡ്രാഫ്റ്റ് എ ലൈവ് ടി വി റിപ്പോർട്ട് ഓഫ് ലേഹോർലാസ് ടേക്ക് ഓഫ്. Next, our information section, we have reporting live on the story Lehorla conquers the skies from the gas works at La Villette. ലൈവ് ടി വി റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഇൻഫർമേഷൻ തരുന്നത് ആരാണ്? അതെല്ലാമാണ് ഇവിടെ പറയുന്നത്. ലേഹോർല കോൺഗേഴ്സ് ദ സ്കൈസ്. ലേഹോർല ആകാശത്തെ കീഴടക്കുന്നു. ഫ്രം ദ ഗ്യാസ് വർക്ക്സ് അറ്റ് ലാവിലറ്റയിലെ ഗ്യാസ് വർക്ക്സിൽ നിന്നും. ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ടുഡേ ഈസ് 8 ജൂലൈ. ഇന്ന് ജൂലൈ 8-ാം തീയതിയാണ്. വി ആർ ഗോയിങ് ടു വിറ്റ്നസ് എ ഹിസ്റ്റോറിക് ഇവൻറ്റ്. അല്ലേ, നമ്മളെല്ലാവരും ഒരു ചരിത്രപ്രധാനമായ ഒരു സംഭവം നിരീക്ഷിക്കാൻ കാത്തിരിക്കുകയാണ്. ലേഹോർല ഈസ് ടേക്കിംഗ് ഓഫ് ഫ്രം ലാവിലറ്റയിൽ നിന്നും ലേഹോർല ഇതാ പുറപ്പെടാൻ സമയമായി. ഇറ്റ് ഈസ് നൗ 5 o'clock. ഇപ്പോൾ 5 മണി കൃത്യം. വി ആർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ലേഹോർല. നമ്മൾ ആരുടെ അടുത്താണ്? ലേഹോർലയുടെ തൊട്ടടുത്തായി നമ്മളുണ്ട്. ദ ഹോട്ട് എയർ ബലൂൺ. ലേഹോർല ഈസ് എ ഹോട്ട് എയർ ബലൂൺ. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഫിൽഡ് അപ്പ് ഈസ് സ്വെല്ലിംഗ് ആൻഡ് റിഗിളിംഗ് ലൈക്ക് എ ഹ്യൂജ് വേം. അതിൽ നിറയെ വായു നിറച്ചതുകൊണ്ട് അത് വിയർക്കാനും അതുപോലെ തന്നെ ഒരു വലിയ പുഴുവിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇളകുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ സം എന്തൂസിയാസ്റ്റിക് പീപ്പിൾ. വളരെ ആകാംക്ഷയുള്ള കുറച്ച് ജനങ്ങൾ അതിന് ചുറ്റും കൂടിയിട്ടുണ്ട്. നൗ ദ വിസിറ്റേഴ്സ് ഹാവ് ബീൻ ആസ്ക്ഡ് ടു സ്റ്റാൻഡ് ബാക്ക്. അങ്ങനെ ഈ ഒരു വിസിറ്റേഴ്സിനോടെല്ലാം കുറച്ച് പിന്നോട്ട് നിൽക്കാൻ ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു. ദ ട്രാവലേഴ്സ് ആർ നൗ ഹാവിംഗ് ദെയർ ഡിന്നർ ഇൻ ദ ക്യാൻറ്റീൻ. ഇതിൽ യാത്ര ചെയ്യേണ്ട യാത്രക്കാർ അതേസമയം ഡിന്നർ ക്യാൻറ്റീനിൽ നിന്നും കഴിക്കുകയായിരുന്നു. ദ ബലൂൺ ഈസ് സോയിങ്. ബലൂൺ ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ട്. എനോർമസ്, അല്ലേ, ഇത് വളരെ വലുതായിരുന്നു. ദ ട്രാൻസ്പാരൻറ്റ്, സുതാര്യമായിരുന്നു. ആൻഡ് ദ ബാസ്ക്കറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. അതിനോട് ഒരു കൊട്ടയെ ബന്ധിപ്പിച്ചിരുന്നു. ഇറ്റ് കണ്ടെയ്ൻസ്, ആ കൊട്ടയിൽ എന്തെല്ലാം സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്? ബാരോമീറ്റർ ഉണ്ടായിരുന്നു. എ സൈറൺ, ഈറ്റബിൾസ്, ഭക്ഷ്യസാധനങ്ങൾ, ഓവർ കോട്ട്സ് ആൻഡ് റെയിൻ കോട്ട്സ്, ഇത്രയും സാധനങ്ങൾ അതിലുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ജോവിസ് ഈസ് റെഡി നൗ. ക്യാപ്റ്റൻ ഇപ്പോൾ റെഡിയായി നിൽക്കുന്നുണ്ട്. ആൻഡ് കോൾ ഓൾ ദ പാസഞ്ചേഴ്സ്. എല്ലാ പാസഞ്ചേഴ്സിനെയും അടുത്ത് വിളിക്കുന്നു. ദ പാസഞ്ചേഴ്സ് ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിനുള്ളിലേക്ക് ഓരോ യാത്രക്കാരായി കയറാൻ തുടങ്ങി. ആരൊക്കെയായിരുന്നു അവർ? ദേ ആർ ലഫ്റ്റനൻറ്റ് മാലറ്റ്, ദെൻ മിസ്റ്റർ എറ്റിറീൻ ബിയർ, ദെൻ മിസ്റ്റർ പോൾ ബസൻറ്റ് ആൻഡ് പാട്രീസ് ഐറിസ്. ഇത്രയും ആളുകളാണ് ഇതിൽ കയറിയത്. നൗ ഐറിസ് ഈസ് കമ്മിങ് ഡൗൺ. പെട്ടെന്ന് തന്നെ ഐറിസ് പുറത്തേക്ക് ഇറങ്ങി. ഇറ്റ് സീംസ് ഹി കനോട്ട് ഗോ ബിക്കോസ് ദ ബലൂൺ കനോട്ട് ടേക്ക് ദ വെയിറ്റ് ഓഫ് ഓൾ. എന്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നത്? എല്ലാവരും കൂടി കയറിയപ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവരോടൊപ്പം ചേരാതെ ഇറങ്ങേണ്ടി വന്നത്. ഹി വാക്സ് അവേ ഡിജക്റ്റഡ്ലി. അദ്ദേഹം വളരെ വിഷമത്തോടെ നടന്നുപോയി. പൂവർ ഗൈ, അല്ലേ, പാവ മനുഷ്യൻ. ഓൾ ഹിസ് ഡ്രീം ഓഫ് ആൻ അഡ്വഞ്ചർ ഈസ് ഗോൺ. അദ്ദേഹത്തിൻ്റെ യാത്രാ സ്വപ്നങ്ങളെല്ലാം അതോടെ പോയില്ലേ. മിസ്റ്റർ ജോലിയറ്റ് tells the ladies to keep off when the balloons lift. Sand will be thrown into their heads. എല്ലാവരോടും കുറച്ച് പിന്നോട്ട് നിൽക്കാൻ മിസ്റ്റർ ജോലിയറ്റ് ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടിയായിരുന്നു? അവർ നീങ്ങി നിന്നിട്ടില്ലെങ്കിൽ ഈ ഒരു ബലൂൺ പൊങ്ങുമ്പോൾ അവിടെയുള്ള മണലിലെല്ലാം അവരുടെ തൊപ്പിയിലേക്കൊക്കെ വീഴുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. He cuts the rope that holds the balloon in the ground. ബലൂണിനെ ഗ്രൗണ്ടുമായി ബന്ധിപ്പിച്ചിരുന്ന ആ കയർ അദ്ദേഹം മുറിച്ചു കളഞ്ഞു. ലുക്ക്, അല്ലേ, നോക്കൂ, ലേഹോർല ഈസ് ലിഫ്റ്റിംഗ് അപ്വേർഡ് ലൈക്ക് എ ബേർഡ് ലിഫ്റ്റ്സ് ഓഫ്. അല്ലേ, ഒരു പക്ഷി പറക്കുന്നത് പോലെ അതാ ലേഹോർല പറക്കാൻ തുടങ്ങി.
പീപ്പിൾ സ്ക്രീം വിത്ത് ജോയ്. ജനങ്ങൾ ആർത്ത് വിളിച്ചു. ലേഹോർല ഈസ് അറ്റ് ഇറ്റ്സ് ലിബർട്ടി. ലേഹോർല സ്വതന്ത്രമായിരിക്കുന്നു. ഇറ്റ് ക്ലെയിംസ് എബവ് ദ സിറ്റി ഓഫ് പാരീസ്. പാരീസ് നഗരത്തിന് മുകളിലൂടെ അത് പറക്കുന്നുണ്ടായിരുന്നു. ദെൻ ഇറ്റ് ഈസ് സ്ലോലി ഡിസപ്പിയറിംഗ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ എർത്ത്. ഇപ്പോൾ ഭൂമിയിൽ നിന്നും അതിൻ്റെ കാഴ്ച പാടെ മാറിപ്പോയിരിക്കുന്നു. ഫ്രം ദ ബലൂൺ വിൽ ബി ഫണ്ടാസ്റ്റിക്. അല്ലെ, ഈ ഒരു ബലൂണിൻ്റെ കാഴ്ച വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ വി വിഷ് ദ പാസഞ്ചേഴ്സ് എ ലോട്ട് ഓഫ് ലക്ക്. അല്ലെ, ഈ ഒരു യാത്രക്കാർക്ക് നമുക്ക് എന്ത് നൽകാം? ഒരുപാട് ഭാഗ്യം നൽകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇത്രയുമാണ് ഇതിൻ്റെ ടേക്ക് ഓഫ്. 8 മാർക്കിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നുകിൽ ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിങ്. ഇതിലേതെങ്കിലും ഒന്ന് എക്സാമിന് വരും. നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നരേറ്റ് ദ ലാൻഡിങ് ഓഫ് ദ ബലൂൺ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് പ്രസൻറ്റ് ദർ. ആ ബെൽജിയം പെസൻസ് ആണ് ആര് ഇറങ്ങുന്നത് കണ്ടത്? ലേഹോർല ഇറങ്ങുന്നത് ശ്രദ്ധിച്ചത്. അപ്പോൾ അവരുടെ കാഴ്ചയിൽ എങ്ങനെയായിരുന്നു ബലൂൺ അവിടെ ഇറങ്ങിയിരുന്നത്? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നരേറ്റ് ദ ലാൻഡിങ് ഓഫ് ദ ബലൂൺ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ വൺ ഓഫ് ദ ബെൽജിയം പെസൻസ് പ്രസൻറ്റ് ദർ. അപ്പോൾ അവരെഴുതുന്നത് പോലെയാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കാം. ഐ ആം എ ബെൽജിയൻ ഫാർമർ. ഞാനൊരു ബെൽജിയൻ കൃഷിക്കാരനാണ്. വൺ മോർണിംഗ്, ഒരു ദിവസം, ഐ ഹേർഡ് എ റംബ്ലിംഗ് സൗണ്ട് ഇൻ ദ സ്കൈ. ആകാശത്ത് വലിയൊരു മുഴക്കമുള്ള ശബ്ദം ഞാൻ കേട്ടു. ആൻഡ് ലുക്ക്ഡ് അപ്പ്, അങ്ങനെ ഞാൻ നോക്കി. ഐ വാസ് സർപ്രൈസ്ഡ് ടു സീ ആൻ എനോർമസ് ബലൂൺ ഫ്ലോട്ടിംഗ് ഇൻ ദ സ്കൈ വിച്ച് ഈസ് ബാസ്ക്കറ്റ് ഈസ് ഹാങ്ങിങ് ഓവർ എ കനാൽ അറ്റ് ഡിസ്റ്റൻറ്റ്. ഒരു വലിയ ഒരു ബലൂൺ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. ആ ബലൂണിന് താഴത്ത് ഒരു ബാസ്ക്കറ്റ് ബന്ധിപ്പിച്ചത് നമുക്ക് കാണാമായിരുന്നു. ദ ബാസ്ക്കറ്റ് ട്രംബിൾസ് ആൻഡ് ടിപ്സ് ഓവർ സ്ലൈറ്റ്ലി. ബാസ്ക്കറ്റ് വിറക്കുകയും അതുപോലെ തന്നെ അത് ടിപ്സ് ഓവർ തെന്നി നീങ്ങുകയും ചെയ്തിരുന്നു. ഐ ക്യാൻ സീ എ റോപ്പ് ട്രെയിലിംഗ് ബിഹൈൻഡ്. അതിന് താഴെയായിട്ട് ഒരു കയർ തൂങ്ങിക്കിടക്കുന്നത് കാണാമായിരുന്നു. ടച്ചിങ് ദ ടോൾ ട്രീസ് ഓൺ ബോത്ത് ബാങ്ക്സ്. ഒരു കനാലിനരികിലൂടെ പോകുമ്പോൾ കനാലിൻ്റെ 2 തീരത്തുമുള്ള മരങ്ങളിൽ ആ ഒരു കയർ തട്ടുന്നുണ്ടായിരുന്നു. നൗ ഇറ്റ് ഈസ് പാസിംഗ് വിത്ത് ഫ്രൈറ്റ്ഫുൾ സ്പീഡ്. ഇപ്പോൾ അത് സ്പീഡിലായിരുന്നു പറന്നിരുന്നത്. ഓവർ എ ലാർജ് ഫാം. ഒരു വലിയ ഫാമിന് മുകളിലൂടെ. അവിടെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. ദ ബെവിൽഡേഡ് ചിക്കൻസ്, ലെ പേടിച്ചരണ്ട കോഴികളും, പീജൻസ് പ്രാവുകളും, ഡക്സ് താറാവുകളും, ഫ്ലൈ അവേ പറന്നുയർന്നു. ആൻഡ് ടെറിഫൈഡ് കൗസ്, ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് റൺ ടുവേർഡ്സ് ദെയർ ഹൗസ്. പേടിച്ചരണ്ട പശുക്കളും പൂച്ചകളും നായകളുമെല്ലാം അവരുടെ വീടിലേക്ക് ഓടിക്കയറി. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായതേയില്ല. നൗ ദ ബലൂൺ ഈസ് പാസിംഗ് ഓവർ ദ ട്രീസ്. ഇപ്പോൾ ബലൂൺ മരത്തിന് മുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഐ സീ ദ ബലൂൺ ആൻഡ് ദ ബാസ്ക്കറ്റ് ഈസ് ഷേക്കിംഗ്. ബലൂണും ഈ ബാസ്ക്കറ്റും വിറക്കുന്നതായി എനിക്ക് കാണാമായിരുന്നു. ദർ വേർ, അതിനുള്ളിലുണ്ടായിരുന്നു, എ ഫ്യൂ മെൻ, കുറച്ച് മനുഷ്യർ. ഇൻ ദ ബാസ്ക്കറ്റ്, അല്ലേ, ബിലോ ദ ബലൂൺ, ബലൂണിന് താഴെയുള്ള ബാസ്ക്കറ്റിൽ കുറച്ച് ആളുകളെ എനിക്ക് കാണാമായിരുന്നു. വൺ മാൻ ഹൂ ലുക്ക്ഡ് ലൈക്ക് എ ക്യാപ്റ്റൻ, അല്ലേ, ഒരു മനുഷ്യനെ കണ്ടാൽ അയാൾ ക്യാപ്റ്റൻ ആണെന്ന് തോന്നും. ക്രൈഡ് ദ എസ്കേപ്പ് വാൽവ്, അല്ലേ, അയാൾ ഉറക്കെ എസ്കേപ്പ് വാൽവ് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അനദർ മാൻ ദെൻ സ്ലാഷ്ഡ് ദ കോഡ്. അതേസമയം മറ്റൊരു ആൾ അതിൻ്റെ കോഡ്, ആ ഒരു കയർ മുറിക്കുന്നുണ്ടായിരുന്നു. വിച്ച് റീറ്റെയിൻസ് ദ ആങ്കർ, എന്തിനോട് ബന്ധിപ്പിച്ച, നങ്കൂരവുമായി ബന്ധിപ്പിച്ച കയർ മുറിക്കുന്നുണ്ടായിരുന്നു. സൂൺ ഇറ്റ് ടച്ചസ് ദ എർത്ത്, പെട്ടെന്ന് തന്നെ ആ ഒരു ബലൂൺ നിലത്ത് മുട്ടി. ദെൻ ഇറ്റ് ഗോസ് അപ്പ് എഗെയിൻ, പിന്നീടും അത് മുകളിലേക്ക് പൊങ്ങി. വൺസ് മോർ ഇറ്റ് ഫാൾസ്, ഒരിക്കൽ കൂടി അത് താഴേക്ക് ഇറങ്ങി. ബൗൺസ് അപ്വേർഡ് എഗെയിൻ, വീണ്ടും പറന്നുയർന്നു. അറ്റ് ലാസ്റ്റ്, അവസാനം അത് സെറ്റിൽസ് ഓൺ ദ ഗ്രൗണ്ടിൽ നിന്നു. ആ സമയത്ത് ബലൂണിനെ കണ്ടാൽ എങ്ങനെ തോന്നും? ദ ബലൂൺ ഈസ് സ്ട്രഗ്ലിംഗ് മാഡ്ലി, അല്ലേ, ഭ്രാന്തമായി അത് സ്ട്രഗിൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എ വൂണ്ടഡ് ബീസ്റ്റ്, മുറിവേറ്റ മൃഗം എങ്ങനെയാണോ പുളയുന്നത് അതുപോലെയായിരുന്നു ബലൂണിൻ്റെ അവസ്ഥ. നൗ ഇറ്റ് കംസ് ടു ഫോർ എ സ്റ്റാൻഡ് സ്റ്റിൽ, ഇപ്പോൾ അത് നിലത്ത് അമർന്നു നിൽക്കാൻ നിന്നു. ഐ സീ 5 men ക്ലൈംബിംഗ് ഔട്ട് ഓഫ് ദ ബാസ്ക്കറ്റ്, 5 ആളുകൾ അത് ബാസ്ക്കറ്റിനുള്ളിൽ പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. ദേ വർ ഫ്രഞ്ച് അഡ്വഞ്ചേഴ്സ്, അവർ ഫ്രഞ്ച് അഡ്വഞ്ചേഴ്സ് ആയിരുന്നു, സാഹസിക യാത്രികരായിരുന്നു.
ദർ ഇസ് എ ജോയ് ഓഫ് സക്സസ് ഓൺ ദെയർ ഫേസ്. അവരുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു സന്തോഷം കാണാമായിരുന്നു. ഐ ആൻഡ് മൈ കമ്പാനിയൻസ്, ഞാനും എൻ്റെ സുഹൃത്തുക്കളും, അപ്രോച്ച്ഡ് ദ ബലൂൺ ഹെസിറ്റൻ്റ്ലി, വളരെ ഹെസിറ്റൻ്റായിട്ട്, ഇതിന് ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ബലൂണിനടുത്തേക്ക് പോയി, നീരസത്തോടെ. ദേ സെഡ് ദാറ്റ് ദേ വാണ്ട് ടു ഗോ ടു ഹേസ്റ്റ്, അവർക്ക് ഹേസ്റ്റിലേക്കാണ് പോവേണ്ടതെന്ന് അവർ ആവശ്യപ്പെട്ടു. എ റെയിൽവേ സ്റ്റേഷൻ നിയർ ബൈ, അത് തൊട്ടടുത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ദേ വാണ്ട് ടു ടേക്ക് ട്രെയിൻ ടു പാരീസ്, അവർക്ക് പാരീസിലേക്കാണ് ട്രെയിൻ പിടിക്കേണ്ടത്. വി ഹെൽപ്പ് ദം ടു ക്യാരി ദെയർ ലഗേജ് ടു ദ സ്റ്റേഷൻ, സ്റ്റേഷനിലേക്ക് അവരുടെ ലഗേജുകളെല്ലാം വഹിക്കാൻ ഞങ്ങൾ അവരെ സഹായിച്ചു. ദേ വെയർ ഹാപ്പി ടു റിസീവ് അവർ ഹോസ്പിറ്റാലിറ്റി, ഞങ്ങളുടെ ആതിഥേയത്വം ലഭിച്ചതിൽ അവർ വളരെയധികം സന്തോഷവാന്മാരായിരുന്നു. ഇതാണ് അതിൻ്റെ ലാൻഡിങ്. അപ്പോൾ ലേഹോർലയുടെ ടേക്ക് ഓഫ് ലാൻഡിങ്ങും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത രണ്ടും 8 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു യൂണിറ്റ് തന്നെ എന്തിനെക്കുറിച്ചുള്ളതാണ്? ട്രാവലിനെ കുറിച്ചുള്ളതാണ്. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം. റൈറ്റ് എ ട്രാവൽ എസ്സേ ഡിസ്ക്രൈബിങ് എ ട്രാവൽ എക്സ്പീരിയൻസ് യു ഹാഡ് റീസെൻ്റ്ലി. നിങ്ങൾ അടുത്ത് നടത്തിയ ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു വിവരണം എഴുതുക. ഇതും ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾക്ക് എഴുതാം. എന്നാലും ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. മൈ പാരൻസ് ഹാഡ് പ്രോമിസ്ഡ് മീ എ ഫോറിൻ ട്രിപ്പ് ഇഫ് ഐ പാസ്ഡ് മൈ SSLC വിത്ത് വെരി ഹൈ സ്കോർസ്. SSLCയിൽ നല്ല സ്കോർ വാങ്ങുകയാണെങ്കിൽ നല്ല ഒരു വിദേശയാത്ര കൊണ്ടുപോവാമെന്ന് എൻ്റെ പാരൻസ് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നു. ഐ വർക്ക്ഡ് വെരി ഹാർഡ്, ഞാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു. ഐ പാസ്ഡ് വിത്ത് ഡിസ്റ്റിങ്ഷനോടുകൂടെ ഞാൻ പാസ്സായി. സോ മൈ പാരൻസ് അലോഡ് മീ ടു ഗോ ഓൺ ട്രിപ്പ് ടു യൂറോപ്പ്. യൂറോപ്പിലേക്ക് ഒരു ട്രിപ്പ് പോവാൻ അവരെന്നെ അനുവദിച്ചു. സിൻസ് ട്രാവലിംഗ് അലോൺ വുഡ് ബി ഡിഫിക്കൽട്ട്, ഐ ഡിസൈഡ് ടു ജോയിൻ എ ടൂർ ട്രൂപ്പ് ഓർഗനൈസ്ഡ് ബൈ ദ കമ്പനി കാൾഡ് ഇൻ്റർസൈറ്റ് കൊച്ചി. ഒറ്റയ്ക്കുള്ള യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഒരു കമ്പനി വകുപ്പിൽ ഓർഗനൈസ് ചെയ്ത ഒരു ടൂർ ഗ്രൂപ്പിൽ ചേർന്നുകൊണ്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ദ ഫസ്റ്റ് പ്രോബ്ലം വാസ് ഗെറ്റിംഗ് ആൻ യൂറോപ്യൻ വിസ. ആദ്യമായി എനിക്കുണ്ടായിരുന്ന പ്രശ്നം ഒരു യൂറോപ്യൻ വിസ സംഘടിപ്പിക്കലായിരുന്നു. ദ കമ്പനി സെഡ് ഇറ്റ് വുഡ് ഗെറ്റ് ഇറ്റ് ഫോർ മീ. ദ കമ്പനി അത് എനിക്ക് നൽകാമെന്ന് തീരുമാനിച്ചു. ഐ വാസ് പ്ലാനിങ് ടു ഗോ ഇൻ ടു ഏപ്രിൽ. ഞാൻ ഏപ്രിൽ പോകാനാണ് തീരുമാനിച്ചത്. ഏപ്രിൽ ഈസ് ഹോട്ട് ഇൻ കേരള. കേരളത്തിൽ ഏപ്രിൽ വളരെ ചൂടുള്ള കാലാവസ്ഥയാണ്. ബട്ട് ഇൻ യൂറോപ്പ്, പക്ഷേ യൂറോപ്പിൽ അത് വളരെ തണുപ്പുള്ള കാലമായിരുന്നു. സോ ഐ ഹാഡ് ടു ഗെറ്റ് വാം ക്ലോത്ത്സ് ഫോർ ദ ട്രിപ്പ്. അതുകൊണ്ട് ഞാൻ പോകാൻ വേണ്ടി കുറച്ച് നല്ല വാം ഡ്രസ്സസ് ഒക്കെ വാങ്ങി. ഐ ആൾസോ നീഡഡ് ടു എ ഗുഡ് ക്യാമറ. അതുപോലെ തന്നെ നല്ലൊരു ക്യാമറയും ഞാൻ സംഘടിപ്പിച്ചു. വി സ്റ്റാർട്ടഡ് അവർ ട്രാവൽ ഫ്രം കൊച്ചി. കൊച്ചിയിൽ നിന്നായിരുന്നു യാത്ര തുടങ്ങിയത്. ദ റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ദ ഇൻ്റർസൈറ്റ് വാസ് ദർ ടു ഓർഗനൈസ് തിങ്സ്. കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ, ഓർഗനൈസ് ചെയ്യാൻ ഇൻ്റർസൈറ്റിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു. ഐ റിപ്പോർട്ടഡ് ടു ദ എയർപോർട്ട് 3 hours ബിഫോർ ദ ടേക്ക് ഓഫ് ടൈം. ടേക്ക് ഓഫ് ടൈമിൻ്റെ 3 മണിക്കൂർ മുമ്പ് തന്നെ ഞാൻ അവിടെ എത്തി. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ചെക്ക് ഇൻ ഐ വെൻ ഫോർ ദ ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ്. ഞാൻ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസിന് വേണ്ടി ചെന്നു. ആഫ്റ്റർ എ തെറോ ബോഡി ചെക്ക്, പൂർണ്ണമായിട്ടുള്ള ബോഡി ചെക്കിന് ശേഷം ഐ വാസ് അലോഡ് ടു ഗോ ഇൻ ടു ദ കംഫർട്ടബിൾ വെയിറ്റിംഗ് ലോഞ്ച്. ഒരു വെയിറ്റിംഗ് റൂമിലേക്ക് ഞാൻ മാറി. വി വർ ഫ്ലൈയിങ് ബൈ ഖത്തർ എയർവേസ് ടു സുറി. The flight was announced. We got into the aircraft. It was a huge aircraft. ഖത്തർ എയർവേസ് വഴിയായിരുന്നു പോയിരുന്നത്. ഞങ്ങളെല്ലാവരും അവിടെ കയറി. ഇത് വളരെ വലിയ ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നു. ദ സ്മൈൽ എയർ ഹോസ്റ്റസ് ഷോഡ് അസ് ടു അവർ സീറ്റ്സ്. വളരെ നല്ല എയർ ഹോസ്റ്റസ് ഞങ്ങളുടെ സീറ്റുകളെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സൂൺ വി ടുക്ക് ഓഫ്. പെട്ടെന്ന് തന്നെ അത് പൊങ്ങാൻ തുടങ്ങി. വി വേർ സെർവ്ഡ് റിഫ്രഷ്മെൻറ്റ്. ആഫ്റ്റർ ദാറ്റ് ഐ വാച്ച്ഡ് ഇൻ എ ഫ്ലൈറ്റ് മൂവി. അതിനുശേഷം ഞാനൊരു ഫ്ലൈറ്റിലെ ഒരു മൂവിയെല്ലാം
കണ്ടു. ആഫ്റ്റർ 3 hours 3 മണിക്കൂറിന് ശേഷം ലാൻഡ് അറ്റ് ഖത്തർ എയർപോർട്ടിൽ ഞങ്ങൾ എത്തി. ഇറ്റ് ഈസ് എ ഹ്യൂജ് എയർപോർട്ട്. ഇത് വളരെ വലിയ ഒരു എയർപോർട്ടായിരുന്നു. വി ഹാഡ് ടു സ്പെൻഡ് സം ടൈം ഇൻ എയർപോർട്ട് ലോഞ്ച് ടു ഗെറ്റ് അവർ ഫ്ലൈറ്റ് ടു സുറിച്ച്. അല്ലേ, ഞങ്ങൾ കുറച്ച് സമയം അവിടെ തന്നെ ചിലവഴിച്ചു. ദ ഫ്ലൈറ്റ് ടു സുറിച്ച് വാസ് ആൾസോ ബൈ ഖത്തർ എയർവേസ്. അല്ലേ, സുറിച്ചിലേക്കുള്ള ഫ്ലൈറ്റും എവിടെ നിന്ന് തന്നെയായിരുന്നു? ഖത്തർ എയർവേസിലായിരുന്നു. വി വർ സെർവ്ഡ് മീൽസ് ഇൻ ദ ഫ്ലൈറ്റ്. ഭക്ഷണമൊക്കെ കഴിച്ചു. ആഫ്റ്റർ ദ മീൽസ് ഐ വെൻറ്റ് ഓഫ് ടു സ്ലീപ്പ്. ആ ഭക്ഷണത്തിന് ശേഷം ഞാൻ ഉറങ്ങാൻ കിടന്നു. 8 hours later 8 മണിക്കൂറിന് ശേഷം വി ലാൻഡഡ് അറ്റ് സുറിച്ച്. ഞങ്ങൾ സുറിച്ചിൽ എത്തി. We were taken to our hotel in coach. It was then I came to know who people in the group tour were. അവിടെ എത്തിയതിന് ശേഷമാണ് ആരൊക്കെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായതെന്ന് മനസ്സിലായത്. There was another boy of my age. Soon we became friends. പെട്ടെന്ന് തന്നെ ഒരാളെ കാണുകയും ഞങ്ങൾ ഫ്രണ്ട്സ് ആവുകയും ചെയ്തു. Our first visit was to Titlis Mountains in the Alps. ആൽപ്സിലെ ടിറ്റ്ലിസ് മൗണ്ടെയ്ൻസിലാണ് ഞങ്ങൾ ആദ്യമായി വിസിറ്റ് ചെയ്തത്. On our way, we saw the life of the people. How disciplined the people were. അവിടെയുള്ള ജനങ്ങളെയെല്ലാം ജീവിതമെല്ലാം ഞങ്ങൾ കണ്ടു. എത്ര അച്ചടക്കശീലരായിരുന്നു അവർ. ഹൗ നൈസ്ലി ദേ ബിഹേവ്ഡ് ഓൺ ദ റോഡ്സിലെ. അവരെങ്ങനെ എത്ര ഉഷാറായിട്ടാണ് റോഡിലൂടെയൊക്കെ പൊതുനിരത്തിലൂടെയൊക്കെ അവർ പെരുമാറുന്നത്. നോ അനിമൽസ് ബേർഡ്സ് ക്രോസ്ഡ് ദ റോഡ്. ആരും തന്നെ റോഡ് ക്രോസ് ചെയ്യുന്നില്ല. വി ഹാർഡ്ലി സോ എനിവൺ വാക്കിംഗ് ഓൺ ദ റോഡ്. ആരും റോഡിലൂടെ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഓൺ ബോത്ത് സൈഡ് ദർ വെർ ഫീൽഡ്സ്. രണ്ട് സൈഡുകളിലായിട്ടും വയലുകൾ കാണാം. വി കുഡ് സീ ദ കാറ്റിൽ ഗ്രേസിംഗ്. കാലികളെല്ലാം മേയുന്നത് കാണാം. സ്വിറ്റ്സർലൻഡ് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. സ്വിറ്റ്സർലൻഡ് ഒരു വളരെ മനോഹരമായ ഒരു കൺട്രി തന്നെയാണ്. സൂൺ വി റീച്ച് ദ ടിറ്റ്ലിസ്. പെട്ടെന്ന് ഞങ്ങൾ ടിറ്റ്ലിസിലെത്തി. വി വുഡ് ബി ടേക്കൺ ഇൻ ടു ദ ടോപ്പ് ബൈ റോപ്പ് വേസ് ആൻഡ് ലിഫ്റ്റ്സ്. അല്ലെ, പെട്ടെന്ന് തന്നെ ഞങ്ങൾ ടോപ്പിലേക്ക് റോപ്പ് വേസിലൂടെയും ലിഫ്റ്റിലൂടെയൊക്കെ ഞങ്ങൾ കയറി. വി റീച്ച് അറ്റ് ദ ടോപ്പ്. അല്ലെ, ഞങ്ങൾ അങ്ങനെ ഉയരത്തിലെത്തി. ദ സീൻ വാസ് ബ്രീത്ത് ടേക്കിംഗ്. അവിടെ എത്തുമ്പോഴുള്ള ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ശ്വാസം അടുപ്പിക്കുന്നതായിരുന്നു. എന്നാൽ അത്രയും പേടിപ്പെടുത്തുന്നതായിരുന്നു. ദ ഹോൾ ഏരിയ വാസ് കവേർഡ് വിത്ത് സ്നോ ആൻഡ് ഐസ്. അല്ലേ, ആ ഒരു ഏരിയ മുഴുവനും മഞ്ഞിനാലും ഐസിനാലും കവർ ചെയ്തിട്ടുണ്ട്. പീപ്പിൾ വേർ ഷേക്കിംഗ്. അല്ലേ, പീപ്പിൾ വേർ സ്കേറ്റിംഗ്. അല്ലേ, സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. വി ഫെൻഡ് ഫോർ എൻ ടണൽ വാക്ക്. ദേ ഹാവ് ബിൽറ്റ് ടണൽ ഇൻ ത്രൈസ് ആൻഡ് ഐ വാക്ക്ഡ് ഫോർ നിയർലി 1 kilometer ഇൻസൈഡ് ദ ടണൽ. ഒരു തുരങ്കമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ആ ഒരു തുരങ്കത്തിനുള്ളിലൂടെയും ഒക്കെ ഞങ്ങൾ 1 kilometer നടന്നു. ഐസ് ഓൺ ടോപ്പ്, ഐസ് അറ്റ് ദ ബോട്ടം ആൻഡ് ഐസ് ഓൺ ബോത്ത് സൈഡ്. ചുറ്റിലും മുകളിലും താഴെയും എല്ലാം ഐസായിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇത് വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. ഐ വാസ് എക്സിലറേറ്റഡ്. അല്ലേ, ഞാൻ അത്ഭുതപ്പെട്ടു. ടുമോറോ വി വിൽ ഗോ ടു പാരീസ്. നാളെ ഞങ്ങൾ പാരീസിലേക്ക് പോകും. ബൈ കോച്ച് ടു സീ ദ ഇഫൽ ടവർ ഓൺ അതർ വണ്ടർഫുൾ സൈറ്റ് ഓഫ് ദാറ്റ് ഗ്രേറ്റ് സിറ്റി. ആ ഒരു സിറ്റിയിലുള്ള മനോഹരമായ മറ്റ് കാഴ്ചകൾ കാണാനും അവിടെയുള്ള വലിയൊരു ടവർ കാണാനൊക്കെ ഞങ്ങൾ നാളെ പാരീസിലേക്ക് പോവുകയും ചെയ്യും. ഇത്രയുമാണ് ഇതിലുള്ള ഒരു ട്രാവൽ എസ്സേ, അല്ലെങ്കിൽ ഒരു ട്രാവൽ എസ്സേ അല്ല, ട്രാവൽ എക്സ്പീരിയൻസ്. എന്തായും അപ്പോൾ ഇത്രയുമാണ് ഇത് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം എഴുതാം. അതല്ല എങ്കിൽ ഇത് അതുപോലെ എഴുതിയാലും മതി. അടുത്തത് ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി കൂടി ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൈറ്റ് എ ട്രാവൽ എസ്സേ ഓൺ പാരച്യൂട്ട് റൈഡ് ഓവർ എ വാലി. ഒരു വാലിക്ക് ഒരു താഴ്വരക്ക് മുകളിലൂടെ ഒരു പാരച്യൂട്ടിൽ അല്ലെങ്കിൽ ലേഹർലയെ പോലെയുള്ള ഒരു ഹോട്ട് എയർ ബലൂണിലൂടെ യാത്ര ചെയ്താൽ എങ്ങനെയുണ്ടായിരിക്കും? ആ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കുമെന്നാണ് എഴുതുന്നത്. ഐ ഹാഡ് എ ഡ്രീം. അല്ലേ, എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ടു ട്രാവൽ ഇൻ എ പാരച്യൂട്ട് ഫ്രം സ്മോൾ ഇറ്റ് സെൽഫ്. അല്ലേ, ഒരു പാരച്യൂട്ടിലൂടെ യാത്ര ചെയ്യാൻ വളരെയധികം ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. When I was small we couldn't, but I got chance to travel recently.
ചെറുതായിരുന്നപ്പോൾ എനിക്കതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കതിനൊരു ചാൻസ് കിട്ടി. വി പ്ലാൻഡ് എ ഫാമിലി ട്രിപ്പ് ഡ്യൂറിങ് സമ്മർ ഹോളിഡേയ്സ്. വേനലവധിക്കാലത്ത് ഒരു ഫാമിലി ട്രിപ്പാക്കാൻ വേണ്ടി ഞങ്ങളത് പ്ലാൻ ചെയ്തു. ഐ ഹാഡ് നോ ഐഡിയ ഹൗ എൻജോയ് ദിസ് ട്രാവൽ വിൽ ബി. എങ്ങനെ ഈ ഒരു യാത്രയെ എൻജോയ് ചെയ്യണമെന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഓൾ മൈ കസിൻസ് വെർ റെഡി ടു ജോയിൻ ഇൻ ദിസ് ട്രാവൽ. എൻ്റെ എല്ലാ കസിൻസും ഈ ഒരു യാത്രയിൽ ജോയിൻ ചെയ്യാൻ റെഡിയായിരുന്നു. വി പർച്ചേസ്ഡ് എ ഗുഡ് ക്യാമറ. നല്ലൊരു ക്യാമറ ഞങ്ങൾ സെലക്ട് ചെയ്തു. ആൻഡ് ആൾസോ വി ക്യാരിഡ് സം ഈറ്റബിൾസ്, ഓവർ കോട്ട്സ് ആൻഡ് റെയിൻ കോട്ട്സിലെ കുറച്ച് വസ്ത്രങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഭക്ഷണങ്ങളോ എല്ലാം ഞങ്ങൾ കരുതി. അവർ പാരച്യൂട്ട് ഈസ് നൗ റെഡി. ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള പാരച്യൂട്ട് റെഡിയായി. ഗ്യാസ് ഫിൽഡ് ദ ബലൂൺ ഈസ് ഹറിയിങ് ടു ഫ്ലൈ. അതിനുള്ളിലേക്ക് ഗ്യാസൊക്കെ നിറച്ചു. അത് പറക്കാൻ റെഡിയായി നിന്നു. വി ക്ലൈംബ്ഡ് വൺ ബൈ വൺ ഇൻ ടു ദ ബാസ്ക്കറ്റ്. ഞങ്ങൾ ഓരോരുത്തരായി ബാസ്ക്കറ്റിനുള്ളിലേക്ക് കയറി. വി സെലക്റ്റഡ് മൈ ഫാദർ ആസ് എ ക്യാപ്റ്റൻ. എൻ്റെ അച്ഛനെ തന്നെ ഒരു ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു. ബൈ അഫ്രൈഡിങ് ദാറ്റ് ദ ബാസ്ക്കറ്റ് വിൽ ഹെവി ഫോർ ദ ബലൂൺ വി സെലക്റ്റഡ് ഓൺലി ഫ്യൂ മെമ്പേഴ്സ്. ഈ ബാസ്ക്കറ്റിൽ ഭാരം കൂടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ കുറച്ച് ആളുകളെയാണ് സെലക്ട് ചെയ്തത്. ബൈ ദ വേ ഇറ്റ് ബിഗിൻസ് ടു മൂവ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇൻ എ ഫ്യൂ സെക്കൻഡ്, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വി ഫ്ലൈ സ്കൈവാർഡ്. ഞങ്ങൾ ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. നത്തിങ് ക്യാൻ ബി ഹിയർഡ്. ഒന്നും തന്നെ കേൾക്കുന്നില്ല. ഭൂമിയിലുള്ള ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഏതുപോലെ തന്നെ ലേഹോർല ഭൂമിയിൽ നിന്ന് പറന്നു പൊങ്ങിയപ്പോൾ അതിലുള്ള യാത്രക്കാർക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാത്തതുപോലെ തന്നെ ഇവർക്കും കേൾക്കുന്നില്ല. വി ഫ്ലോട്ട്. ഞങ്ങൾ ഒഴുകുകയായിരുന്നു. വി റൈസ്. ഞങ്ങൾ ഉയരുകയായിരുന്നു. വി ഫ്ലൈ. ഞങ്ങൾ പറക്കുകയായിരുന്നു. അവർ ഫ്രണ്ട്സ് ഷൗട്ട് വിത്ത് ഗ്ലീ. ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം സന്തോഷം കൊണ്ട് ആർത്ത് ചിരിച്ചു. ആൻഡ് അപ്ലോഡിലെ ആനന്ദം കൊണ്ടും ആർത്ത് വിളിച്ചു. ബട്ട് വി കുഡിൻറ്റ് സീ ദം. പക്ഷെ ഞങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുന്നില്ല. വി ആർ ഓൾറെഡി സോ ഫാർ ആൻഡ് സോ ഹൈ. ഞങ്ങളുടെ സുഹൃത്തുക്കൾ താഴെയാണ്. ഞങ്ങൾ അവരെ കാണുന്നില്ല. ഞങ്ങൾ ഒരുപാട് ഉയർന്നു പോയി. സോ ഹൈ ആൻഡ് സോ ഫാർ. ഒരുപാട് ദൂരെയും ഒരുപാട് അകലെയുമായിരുന്നു. ഐ കാൺ ബിലീവ് ദാറ്റ് വി ലീവിങ് ആൾ ദീസ് പീപ്പിൾ ഡൗൺ. ഇല്ല, ഈ ഒരു ജനങ്ങളെയെല്ലാം താഴെ വിട്ട് ഞങ്ങൾ ഇത്രയും ഉയരത്തിലേക്ക് പോരുമെന്ന് അതൊന്നും ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വി ഏബിൾ ടു സീ എ ഗ്രേറ്റ് സീൻ ഓവർ എ വാലി. ഈ ഒരു മനോഹരമായ താഴ്വരയിൽ നല്ല കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. ദ സൺ, അല്ലേ, സൂര്യനെ കാണാമായിരുന്നു. വിച്ച് കുഡ് നോ ലോങ്ങർ സീ ഡൗൺ ബിലോ. അല്ലേ, താഴെയല്ല ഒരുപാട് ഉള്ളിലായിട്ട് കാണാമായിരുന്നു. നൗ റീഅപ്പിയേഴ്സ്. ഇപ്പോൾ അത് മെല്ലെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇറ്റ് ലുക്ക് ലൈക്ക് എ കളേർഡ് മാപ്പ്. ഇതിനെ കാണുമ്പോൾ, ഈ താഴ്വരയെ കാണുമ്പോൾ കളേർഡ് മാപ്പായിട്ട് തോന്നും. വെൻ വി ഗെയ്സ് ദ എർത്ത് ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്നും താഴെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കളേർഡായിട്ടുള്ള ഒരു മാപ്പ് പോലെയാണ് തോന്നുന്നത്. ദ വ്യൂ ഈസ് സൂപ്പർ. അല്ലേ, ഈ ഒരു കാഴ്ച വളരെ മനോഹരമായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ഇറ്റ്. ഇല്ലേ, ഇപ്പോഴും ഞാൻ ട്രാവൽ പാരച്യൂട്ടിൽ നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച എനിക്ക് എന്നും ഓർമ്മയുണ്ട്. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ട്രിപ്പ്. അല്ലേ, ഇത് വളരെ മനോഹരമായ ഒരു ട്രിപ്പായിരുന്നു. ഇഫ് ഐ ഗോട്ട് എ ചാൻസ്, അല്ലേ, എനിക്ക് ഇനിയും ചാൻസ് കിട്ടുകയാണെങ്കിൽ, ടു റൈഡ് വൺസ് അഗെയിൻ, അല്ലേ, ഒരിക്കൽ കൂടി യാത്ര ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ, ഐ വിൽ ട്രാവൽ. ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു യാത്ര ഇനിയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ്, ഈ ഒരു 4 കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്. 4 ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1, ലേഹോർലയുടെ ടേക്ക് ഓഫ്. ആദ്യം പറഞ്ഞത് ലേഹോർല എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി. ഈ ഒരു സമ്മറി തന്നെ പഠിച്ചാൽ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ മിക്കവാറും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് പറഞ്ഞത് ലേഹോർല. ഇതാണ് ഈ ആക്ടിവിറ്റീസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലേഹോർലയുടെ ടേക്ക് ഓഫാണ്. അത് 8 മാർക്കിന് സ്ഥിരമായി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ ഒരു 3-4 പാരഗ്രാഫുകളിൽ തന്നെ ഉൾപ്പെടുത്തി എഴുതിയാൽ മാത്രമേ 8 മാർക്ക് കിട്ടുകയുള്ളൂ. ദെൻ ദ ലാൻഡിങ് ഓഫ് ദ ബലൂൺ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ വൺ ഓഫ് ദ പെസൻസ് പ്രസൻറ്റ് ദർ. അവിടെയുള്ള
കർഷകരുടെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ കർഷകരുടെ കാഴ്ചയിൽ എങ്ങനെയാണ് അവരുടെ ആ ഒരു ലാൻഡിങ് ഉള്ളത് എന്ന്. അതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ്. ദെൻ ദ ട്രാവൽ എസ്സേ എക്സ്പീരിയൻസ് യു ഹാഡ് റീസെൻ്റ്ലി, നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു വിവരണം. അതേപോലെ തന്നെ അവസാനം പറഞ്ഞത് ഒരു അല്ലേ, നിങ്ങൾ എന്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ട്രാവൽ എസ്സേ എന്ന് മാത്രം ചോദിക്കാം, അതല്ലെങ്കിൽ എ ട്രാവൽ എസ്സേ ഓൺ എ പാരച്യൂട്ട് അല്ലേ, ഒരു ലേഹോർ ലേ പോലെയുള്ള ഒരു ബലൂണിലൂടെ നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചുമാകാം. ഇങ്ങനെ 4 ആക്ടിവിറ്റിയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടേക്ക് ഓഫ് ആണ്, ദെൻ ലാൻഡിങ്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.